മലയാളത്തിൻ്റെ അഭിമാനം നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ വാക്കുകളിലേക്ക് ഹൃദയപൂർവ്വം നമസ്കാരം. ഏറ്റവും പ്രിയങ്കരനായ ഇന്ന് യുദ്ധ സ്മാരകം ഇവിടെ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ രാഘവൻ അവർകൾ, നിങ്ങളുടെ മൂന്നാമത്തെ ടേം നിങ്ങളെ സേവിക്കാൻ തയ്യാറെടുത്ത് നിങ്ങൾ അവസരം നൽകിയ ഞാനേറെ ആരാധിക്കുന്ന MP ശ്രീ രാഘവൻ അവർകൾ, അധ്യക്ഷൻ രജീഷ്, എനിക്ക് നേരത്തെ സന്ദീപ് ഉണ്ണികൃഷ്ണനുമായി അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പിന്നെ അങ്ങനെ ഒരു പോരാളി എന്ന പട്ടം ഇപ്പോഴും പോരാളിയാണ്. അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ചുമന്നുകൊണ്ട് നടക്കുന്ന, രാജ്യത്ത് നുഴഞ്ഞ് കയറിയവർ അടിച്ചേൽപ്പിച്ച് ഒരു ക്ഷതത്തിൻ്റെ ബാക്കി പത്രം ചുമന്ന് നടക്കുന്ന പോരാളിയാണ് മനീഷ്. തുടങ്ങിയ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈശ്വരാനുഗ്രഹം തുളുമ്പി നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഒരുപക്ഷെ കേരളത്തിന് അഭിമാനം പകരുന്ന തരത്തിൽ ഒരു കവാടം, ഒരു മെമ്മോറിയൽ ഗേറ്റ്, ജയ് ജവാൻ എന്ന ആലേഖനം ചെയ്ത് ഒരു യുദ്ധസ്മാരകം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സ്വർഗീയനായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഭാഗമാക്കായ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ അധിക ദൂരം സംസാരിക്കുന്നില്ല. ഏതാണ്ട് 21 ദിവസത്തെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള കിടപ്പും അതിശക്തമായ ബാക്ടീരിയൽ ഇൻഫെക്ഷനും എല്ലാം കഴിഞ്ഞ് കുറച്ച് ചുമ അവശേഷിക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ദീർഘദൂര യാത്ര നടത്തിയിരിക്കുന്നത്. ഒന്ന്, ഒരു രക്തസാക്ഷിയുടെ മകൻ്റെ വിവാഹത്തിന്, അടുത്തത് നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച് നാടിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കളങ്കപ്പെട്ടു പോയേക്കാവുന്ന ഒരു ആത്മാവിന് സംരക്ഷിച്ചു പിടിച്ച യുദ്ധ പോരാളികൾ ഒരു സ്മാരകം. അതിലേക്കാണ് എൻ്റെ ആദ്യത്തെ ദൂരയാത്ര ഇന്ന് സംഭവിച്ചിട്ടുണ്ട്.